இது ரொம்ப சீரியஸான மேட்டர். சரி, ഓക്കെ ഐ ഹാവ് എ ക്രഷ് ഓൺ യു. രാത്രി ലൈവില് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നിരുന്നു. നമ്മുടെ റസ്മിൻ ബായിയും ശ്രീതുവും തമ്മിലുള്ള ഒരു സംഭാഷണം. അതിൽ റസ്മിൻ ബായി ശ്രീതുവിനോട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നിന്റെ അടുത്ത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്, ആരോടും ഇത് പറയരുത്, വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ നിന്റെ അടുത്ത് പറയുന്നത്, ഞാൻ നിന്നിൽ നിന്ന് അകലം പാലിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്റെ അടുത്ത് ഒരു ക്രഷ് തോന്നുന്നു എന്നാണ് റസ്മിൻ അവിടെ പറഞ്ഞത്. കേട്ട് ആകെ ശ്രീതു ഷോക്കിംഗ് ആവുന്നുണ്ടായിരുന്നു. ശ്രീതു അതിനുശേഷം പല കാര്യങ്ങളും ചോദിക്കണമെന്ന് വിചാരിച്ചെങ്കിലും അവിടെ റസ്മിൻ കൂടുതലൊന്നും ചോദിക്കരുത്, കൂടുതലൊന്നും എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരൊറ്റ കാരണം കൊണ്ട് നിന്നിൽ നിന്ന് ഞാൻ അകലം പാലിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിനക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനാണ് ഞാൻ അകലം പാലിക്കുന്നത്, അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാണ് റസ്മിൻ അവിടെ പറഞ്ഞത്. എന്താണ് റസ്മിൻ ഭായ് ഇപ്പോഴിങ്ങനൊരു കാര്യം ചെയ്തത് എന്നാണ് പിന്നീട് ഞാൻ ആലോചിച്ചത്. റസ്മിൻ ഇങ്ങനൊരു കാര്യം ഇപ്പോൾ ശ്രീതുവിൻ്റെ അടുത്ത് തുറന്നു പറയാനുള്ള റീസൺ എന്തായിരുന്നു? നമുക്കറിയാം, കഴിഞ്ഞ സീസണിലും ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. ആ മത്സരാർത്ഥികളിലെ ആ ഒരു കാര്യം തുറന്നു പറഞ്ഞ മത്സരാർത്ഥിക്ക് പിന്നീട് വളരെയധികം നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുകയും പിന്നീട് അധികം വൈകാതെ തന്നെ ആ മത്സരാർത്ഥിക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യേണ്ടി വന്നു. സീസൺ 5 ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥി. എന്നാൽ പിന്നീട് ആ പറഞ്ഞ വ്യക്തി, പിന്നീട് നമുക്കറിയാം ആരോടാണോ പറഞ്ഞത്, ആ പറഞ്ഞ വ്യക്തി, കേട്ട വ്യക്തി പിന്നീട് അവിടെ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു, ഫൈനലിൽ വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഇപ്പോഴിവിടെ റസ്മിൻ അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ ശ്രീതുവിൻ്റെ അടുത്ത് എനിക്കൊരു ക്രഷ് തോന്നുന്നു നിന്നോട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് റസ്മിൻ സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്, അതോ ഒരു ഗെയിമിന് വേണ്ടിയാണോ പറഞ്ഞത് എന്നൊരു 2 ചോദ്യങ്ങളാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ ശ്രീതു അത് കേട്ട് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുണ്ട്. ശ്രീതുവിന് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്രീതു പിന്നീട് അത് കൂടുതൽ വഷളാക്കണ്ട എന്ന് തോന്നിയപ്പോൾ ശ്രീതു പെട്ടെന്ന് തന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 കാര്യങ്ങളാണ് അവിടെ ചിന്തിച്ചത്. അവിടെ അർജുനും ശ്രീതുവും തമ്മിൽ അടുക്കുന്നുണ്ട്, അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ രൂപപ്പെടുന്നുണ്ട്. ആ സമയത്ത് അതിൻ്റെ ഒരു പ്രശ്നത്തിലാണോ അവിടെ റസ്മിൻ അത് തുറന്നു പറഞ്ഞത് എന്നൊരു മറ്റൊരു ചോദ്യവും അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടല്ലോ. ലാലേട്ടൻ പോലും അവിടെ അങ്ങനെ ഒരു ഹിന്റ് കൊടുത്ത് എന്തുകൊണ്ടാണ് ശ്രീധുവിനെ നാണം വരുന്നത്, പിന്നെ അർജുന പാട്ട് കിട്ടിയ സമയത്തും പിന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് ചെയ്യിപ്പിക്കുന്നതും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഹിൻ്റായിട്ട് അവിടെ വന്ന സമയത്ത് റസ്മിനെ തന്നെ അത് ഫീൽ ചെയ്തിരിക്കാം, ഇവർ തമ്മിൽ എന്തോ ഒരു ഇതുണ്ട് എന്ന് ഫീൽ ചെയ്തിരിക്കാം. അതുകൊണ്ടാണോ റസ്മിൻ ശ്രീധുവിൻ്റെ അടുത്ത് അത് തുറന്നു പറഞ്ഞത് എന്നൊരു കാര്യവും അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണോ? അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്രഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം എന്നുള്ളത് ഇനി കൂടി വന്നു കഴിഞ്ഞാൽ, കൂടുതൽ പരസ്പരം അടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ട് ഒരു അകൽച്ച വരുത്താൻ വേണ്ടി ശ്രീധുവിൻ്റെ അടുത്ത് മുൻകൂട്ടി ഇത് പറഞ്ഞതാണോ? ഇനിയിപ്പോൾ ഇത് പറയാതെ തന്നെ ഇപ്പോൾ റസ്മിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു അകൽച്ച അവളിൽ നിന്ന് പാലിക്കാവുന്നതേ ഉള്ളൂ, ശ്രീധുവിൽ നിന്ന്. ഇപ്പം ശ്രീധുവിൻ്റെ അടുത്ത് അത് പറയണമെന്നില്ല, പറയാതെ തന്നെ ശ്രീധുവിൽ നിന്ന് ഒരു അകൽച്ച കാണിച്ചുകൊണ്ട് സ്വയം ഒന്ന് ഒഴിഞ്ഞു മാറാവുന്നതേ ഉള്ളൂ. അപ്പോഴിവിടെ റസ്മിൻ ശ്രീധുവിൻ്റെ അടുത്ത് എന്തിനു പിന്നെ അത് പറഞ്ഞു എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ റസ്മിൻ്റെ മനസ്സിൽ ഒന്നല്ലെങ്കിൽ ഇത് ഗെയിം ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അർജുനുമായി അടുക്കുന്നത് ഇഷ്ടപ്പെടാതിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലാലേട്ട് ഇത് പറഞ്ഞപ്പോൾ ഇനി അവരുടെ കോംബോ വർക്കൗട്ട് ആവരുത് എന്ന് കരുതിയിട്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇനി റസ്മിനാണെങ്കിലും നമ്മുടെ ശ്രീധു ആണെന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് റസ്മിൻ ഇങ്ങനൊരു ക്രഷിൻ്റെ കാര്യം അവിടെ ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഇത് ഗെയിമിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ കൂടുതൽ എനിക്ക് തോന്നുന്നത്. അവിടെ ലാലേട്ടൻ പറഞ്ഞതും ശ്രീധു അല്ലെങ്കിൽ അർജുനുമായും അടുക്കുന്നത് കണ്ടിട്ടോ അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് റസ്മിൻ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ പോലെ റസ്മിന് ഒരു നെഗറ്റീവ് ഇമേജ് വരുമെന്ന് സ്വയം ബോധ്യമുള്ളപ്പോൾ റസ്മിൻ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി എന്തെങ്കിലും ഇനി തുടർന്നങ്ങോട്ട് ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. അതിന് റസ്മിന് മുതിരാതിരുന്നാൽ റസ്മിന് നല്ലത്. ശ്രീധു എന്തായാലും ഒഴിഞ്ഞു മാറുകയാണ് തുടക്കത്തിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ശ്രീധു അതിന് കൂടുതൽ താല്പര്യം കാണിച്ചിട്ടില്ല. ശ്രീധു ഞാൻ ആരോടും പറയില്ല എന്ന് പറയുന്നുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്, ട്രസ്റ്റ് ചെയ്യണമെന്ന് നിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റസ്മിൻ അവിടെ പറഞ്ഞത്. പക്ഷെ ഇല്ല, കൂളായിട്ട് ഞാൻ എടുക്കുന്നു, പ്രശ്നമില്ല, ചില്ലായിട്ട് ഇരിക്കൂ, എനിക്ക് പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാതെ എഴുന്നേറ്റ് പോകുന്ന ശ്രീധുവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും നമുക്ക് നോക്കാം.